അവർക്ക് ലോസ് വന്നാലും ശരി നമുക്ക് ആ കോൺട്രാക്ട് കിട്ടരുതെന്ന് അവരുടെ വാശി. ശരിയാ, 2 കോടിക്ക് തന്നെ ടെൻഡർ കൊടുത്തേക്ക്. വേണ്ട ഡാഡി, ഞാൻ പറഞ്ഞത് ചെയ്. അവർക്ക് ലോസ് വന്നാലും ശരി, നമുക്ക് പ്രോഫിറ്റ് വരാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് വന്നില്ലെങ്കിലും സാരമില്ല, അവർക്ക് ലോസ് ഉണ്ടാകണമെന്നാണ്. എഴുതിയേക്ക്. ഓക്കെ സാർ, ഒരു രാമസ്വാമി വന്നിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഡാഡി. വരാൻ പറ. ശരി സാർ. ആരായാള്? ഏതോ മാരേജ് പ്രോഗ്രാം. നമസ്കാരം സാർ. നിങ്ങൾ ഏവൂരുള്ള മണപ്പള്ളി ശങ്കരനാരായണൻ അറിയുമല്ലോ? അവർക്ക് കാര്യം പറ. അവരുടെ കൊച്ചുമകൻ കുമാറുണ്ടല്ലോ, നിങ്ങളുടെ മകളെ കഴിഞ്ഞ മാസം ഏതോ കല്യാണ കാസറ്റ് കണ്ടെന്ന്. ആ വിഷയം ഒന്ന് സംസാരിക്കാനാ. ആ പയ്യൻ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ മറ്റോ ആണ്. അമേരിക്കയിലാ. മാസം 5-6 ലക്ഷത്തോളം വരുമാനം ഉണ്ട്. ഒരു വലിയ ബംഗ്ലാവും കെട്ടിയിട്ടുണ്ട്. എവിടെ? അമേരിക്കയിലാ. അമ്മയും അച്ഛനും കൊണ്ടുണ്ട്. അമേരിക്കയിലാണോ? അല്ലല്ല, ഇവിടെ. ഓ, അവിടുന്ന് വന്ന് കണ്ടിട്ട് പോവോ? അയ്യോ, അതിന്റെ ആവശ്യമില്ലെന്നേ. എപ്പോഴെങ്കിലും അവരൊന്ന് കാണണമെന്ന് തോന്നിയാ വിസയും ടിക്കറ്റും അയച്ചു കൊടുത്ത് അവരെ അങ്ങ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അവരുടെ അന്തസ്സും ആഭിജാത്യവും നിങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകും. ഞാൻ ഒന്ന് പറയട്ടെ, ജസ്റ്റ് എ മിനിറ്റ്. അച്ഛനമ്മമാരെയും ദൈവത്തിനെയും നമ്മൾ അങ്ങോട്ട് പോയി കാണണം. അവര് നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇന്ത്യയിലുള്ള അച്ഛനെയും അമ്മയും വന്ന് കാണാൻ നേരമില്ലാത്തവന് ഭാര്യയെ നോക്കാൻ എങ്ങനെ നേരം കിട്ടും? മാത്രമല്ല, എന്റെ മോളെ കാണാൻ ക്യൂ നിന്ന് വിസ വാങ്ങിക്കേണ്ട ഗതികേട് എനിക്കെന്തിനാടോ? അത് എന്റെ കുട്ടിക്ക് എങ്ങനെയുള്ള ആളെ വേണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പോകാം. ഒരു നിമിഷം, ചെക്കന്റെ ഫോട്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ? അഞ്ജലിയുടെ ഭാവി വരൻ ഇവിടെ തന്നെ ഉണ്ട്. പോണം. ഗുഡ് മോർണിംഗ് സർ. ഹായ് സാരഥി, ഗുഡ് മോർണിംഗ്. കം കം കം. സാറ് തിരക്കിലാണെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വരാം. നോ 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 നോ, നിന്നെക്കാൾ ഇമ്പോർട്ടന്റ് ആയ പണിയൊന്നുമില്ല. വാ, വന്നിരിക്കെ. താങ്ക് യു സർ. നാരങ്ങ 12. ആ കയ്യിലിരിക്കുന്നോടങ്ങ് വെക്കേ. തുടച്ചിട്ടൊക്കെ വെക്കല്ലേ? ഒരുപാട് തുടക്കല്ലേ, തേഞ്ഞു പോകും. നെക്സ്റ്റ്. മാങ്ങ കുപ്പി 30, ചെറുത് 10 ഇതൊക്കെ എന്നെ അടിക്ക് എപ്പ തീരാനാ? ഇനി കുറച്ച് കഴിയട്ടെ. ഒരു ടീ കിട്ടും നോക്ക. അത് എളുപ്പമല്ലേ? നമ്മുടെ കയ്യിൽ സ്റ്റവ് ഉണ്ട്, പാത്രമുണ്ട്, തേയിലുണ്ട്, മിൽക്ക് പൗഡർ ഉണ്ട്, പഞ്ചാര ഉണ്ട്. ഫ്ലാസ്ക് ഉണ്ടോ? ഉണ്ട്. അതെടുത്ത ഹോട്ടലിൽ പോയി 2 ടീ മേടിച്ചുണ്ടോ? അങ്ങനെയാട്ടെ. ഓ, ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കയറി ഇറങ്ങുന്നത് എപ്പോഴും ആന്റിമാരാ. വല്ല ബ്യൂട്ടി പാർലർ ആയിരുന്നു ഇപ്പൊ അടുത്തും വിട്ട് 24 hours ഞാൻ തന്നെ ഡ്യൂട്ടി നോക്കിയാനെ. എന്തിന്? കേക്കണ്ടേ? നീയാ ഈ ഷോപ്പ്? ഓണാ? ലോണ്. ഓ, എന്ത് വാങ്ങാനാ? ഹോർലിക്സ്. പിന്നെ ഫാരക്സ്? ഫാരക്സ് വേണ്ടേ? നിന്നെ പോലെ വളരുന്ന കുട്ടികൾക്ക് അവിടെ ഇരിപ്പുണ്ട്, പോയി എടുക്ക. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല. പിന്നെ വലിയ കുട്ടിയോ? അല്ല, പെൺകുട്ടിയാ. ആണോ? പാർട്ടായിട്ട് നോക്കുമ്പോ ഇവിടെ ആള് കൊള്ളാലോ. അഞ്ജലി, ഏയ് ഈ പെർഫ്യൂം ഒന്ന് അടിച്ചു നോക്കിയേ. എന്താ അവള് വാങ്ങിയത്? ഒരു പെർഫ്യൂം. അത് പുരുഷന്മാർക്കുള്ളതല്ലേ? ഇതെന്താ തുറക്കൂലേ? അത് തുറക്കൂല. എന്താ കേടായോ? കേടൊന്നുമല്ല, അത് തന്റെ അച്ഛൻ പൂട്ടിയിട്ട് പോയിരിക്കുക. അത്രയ്ക്ക് വിശ്വാസമാണല്ലേ? എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മോനെ വിശ്വാസമില്ല.
അടിക്കടാ, അടിച്ചാ വിക്കറ്റ് പുറത്ത്. അപ്പൊ ഔട്ടാകില്ലേ? എന്നാലാ ബൗളറുടെ മൂക്ക് നോക്കടാ. അപ്പൊ മാച്ച് കൊള്ളാവും. ആടിയടാ ഫോറ്. ഈ പറഞ്ഞത് ശരി തന്നെടേ. ഇതൊക്കെ എല്ലാരും ഇത്തിരി ഓറാണല്ലോ. 12 ഓവറിലേ ആയിട്ടുള്ളൂ, ബാക്കി കിടക്കുന്നല്ലേ ഉള്ളടാ. നിങ്ങളൊക്കെ എന്താ ഋഷിയുടെ ഫാനാ? നോ ഫ്രണ്ട്സ്. ആ ഒരു 4 അടിച്ചാനാണോ ഈ കൈ അടിക്കുന്നത്? സെഞ്ചുറി അടിച്ച കൈ അടിക്കുന്ന സാർ ഹാഫ് സെഞ്ചുറി എങ്കിലും എടുത്താലല്ലേ? ഈസി ആയിട്ട് എടുക്കും. എന്താ ബെറ്റുണ്ടോ? എടാ ഋഷിയുടെ സ്കോർ എത്ര? ഏകദേശം 45ഓളമായി. കറക്റ്റ് ആയിട്ട് എത്ര വരും? 46. 50 പോലും തേക്കില്ല. 2000 ബെറ്റ്. തേകയ്ക്കും 4000 ബെറ്റ്. ഡൺ. ഡേയ് ഒരു 4 അടിക്കടാ. രാത്രി മുഴുവൻ സ്മോൾ അടിച്ച് വിറ്റേ കിടക്കാം. ഹായ് ഹായ്. ഋഷി ഭയങ്കര ഫോമിലടി. പൈസ താ. ചപ്പടാ. അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ നിനക്ക്? ഒരു ഫ്രണ്ട് ഔട്ടായിരിക്കുമ്പോഴാ പൈസ ചോദിക്കുന്നത്. പോടാ, പോടാ. ആ, ഇത്രയും നേരം സച്ചിനെ പോലെ കളിച്ചിട്ട് ഇപ്പൊ ചത്തവനെ പോലെ ഔട്ടായി വരുന്നു. മാച്ച് ഫിക്സിങ്. ഏയ് എന്തൊരു നോട്ടമായത്? സിഗ്നൽ ലൈറ്റ് ഉള്ള മത്തങ്ങ കണ്ണുമായിട്ട് ഞാനെന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നോ? നീ എന്നെ നോക്കിയില്ലേ? എല്ലാരും നോക്കുന്നുണ്ടല്ലോ. അവര് നോക്കുന്ന വേറെ, നീ നോക്കുന്ന വേറെ. എന്ത് വേറെ? സീനിയേഴ്സിനോട് തർക്കുത്തരം പറഞ്ഞാ ലൈഫ് പാളിപ്പോവും. ഓർത്തോ, മനുഷ്യന്റെ കൺട്രോൾ അല്ലാണ്ട് രാവിലെ വേഷം കിട്ടി ഇറങ്ങും. 2 ഉണ്ട കണ്ണുമായിട്ട്. അമ്മ അവളൊന്ന് നോക്കിയത് 4000 പോകി. അവളെങ്ങനെ ചിരിച്ച 40,000 പോലായിരുന്നു. ഇനി ലൈഫിൽ പറ്റി നോക്കില്ല. കാശ് കൊടുത്ത് വായിച്ചൂടെ? വായിച്ചു നോക്കിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വായിച്ചു തീർത്തിട്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ. ഋഷിയും ബുക്ക് വാങ്ങിക്കാനാണോ വന്നത്? നമ്മൾ വിൽക്കുന്നതല്ല, വാങ്ങുന്ന ഏർപ്പാടൊന്നുമില്ല. ഏതെങ്കിലും ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എന്തിനാ ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നീ വിടില്ലെന്ന് തോന്നുന്നല്ലോ. ചുമ്മാ ചോദിച്ചതാണ് എന്റെ അപ്പോ. അതുപോട്ടെ, ഈ മഴ നിനക്ക് ഇഷ്ടമാണോ? എന്താ വാങ്ങിച്ചേരോ? നീ പൈസ തന്നാ മതി, എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഇപ്പോഴോ? ഈ മഴയത്ത് പൊട്ടും കടല ഏത് മണ്ടനും കഴിക്കും. ഐസ്ക്രീം തിന്നുന്നതാണ് റൊമാൻറ്റിക് ഫെലോ. നീ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വാങ്ങിട്ട് വരാം. ശരി. അതിന് കാശില്ലാതെ എങ്ങനെയാ? ഐസ്ക്രീം വരുന്നുണ്ടേ, നമുക്ക് കഴിച്ചിട്ട് പോവാം. ഈ മഴയത്ത് ഐസ്ക്രീമോ? ഈ മഴയത്ത് പുട്ടും കടലും ഏത് മണ്ടനും കഴിക്കും. ഐസ്ക്രീം കഴിക്കുന്നവരാ റൊമാൻറ്റിക്. നീ ഋഷിയെ കണ്ടു അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ആ ലാംഗ്വേജ് നിന്റെ അല്ല മോളെ. ആട്ടെ, എത്ര നേരമായി പോയിട്ട്? 15 minutes. പാർലർ അടുത്ത് തന്നെ, വാ പോയി നോക്കാം. ഓക്കെ. എത്ര രൂപ വാങ്ങിച്ചു? 100 രൂപ. എന്നാ ചെന്ന് 100 കൂടെ കൊടുക്ക്. പാവത്തിന് പോരാതെ വന്നാലോ? നിന്റെ കൂടെ ഇപ്പൊ ഒരു കാപ്പ് കുടിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. എന്താ ഇന്ന് കാണില്ലെന്ന് വിചാരിച്ചോ? അല്ല, നീ കാപ്പ് കുടിക്കുന്ന ആളല്ലാന്ന് ഞാൻ വിചാരിച്ചു. Come on, man. Excuse me. 1 second. Yeah, sure. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേറെ പണിയൊന്നുമില്ല നിനക്ക്? പണിയില്ലാത്ത ഞങ്ങൾക്കല്ല, നിനക്കാ. ഇവൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രിയമായി ഇവിടെ ഇരുന്ന് ലാത്തി അടിച്ച് കോഫി കുടിക്കുക. ഓഹോ, അക്കാര്യത്തിന് വന്നതാ? അല്ല. അപ്പൊ നീ നിന്റെ വായടക്ക്. ആഫ്റ്റർ ഓൾ 100 രൂപയ്ക്ക് വേണ്ടി ജെയിംസ് ബോണ്ടിനെ പോലെ അസിസ്റ്റന്റിനെ കൂട്ടി വന്നിരിക്കുക. ഈ സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ തലയ്ക്ക് പറ്റുണ്ടോ? ആമ്പിളരാകുമ്പോ പല പെമ്പിളോട് സംസാരിച്ചു തന്നിരിക്കും, അത് സ്വാഭാവികം. അതിനാണ് റോഡിൽ വെച്ച് ഇങ്ങനെ ചീപ്പായിട്ട് പഞ്ചായത്ത് വിളിച്ചു കൂട്ടുന്നത്. സോറി. എന്താ? ഐ എം സോറി. സാരമില്ല, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. മഴ നനഞ്ഞാൽ പനി പിടിക്കും. നേരത്തെ വീട്ടിൽ പോകാൻ നോക്ക്. ചെല്ല്. വഴിയിൽ എങ്ങാനും ഐസ്ക്രീം പാർലർ കണ്ട് ഇറങ്ങിയാൽ
വയറ് നിറച്ച് കിട്ടിയില്ല ഐസ്ക്രീം. ഇനി എന്തിനാ നിക്കണേ? വരുന്നേ വാ.